കൂടുതലായി കഴിഞ്ഞാൽ അന്ന് കേരളത്തിൽ വയോജനങ്ങൾക്ക് ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പോളിസിയുടെ ഒരു പ്രധാന റെക്കമെൻഡേഷൻ വരും. ഈ അടുത്ത ക്യാബിനറ്റ് അല്ലെങ്കിൽ 1-2 ക്യാബിനറ്റിനകം ഒരു മിനിസ്റ്റർ ഓഫ് ഏജ്. കാരണം 20% ആൾക്കാർ കൂടുതൽ 60% ആണ്. ഇതിന് സാമ്പത്തിക പ്രശ്നങ്ങളും സമയവും ഇരുന്നുണ്ട്. പക്ഷേ വയോജനങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള കുറച്ചുകൂടെ ദീർഘമായിട്ട് കാഴ്ചപ്പാട് വരണമെങ്കിൽ ഒരു മിനിസ്ട്രി ഫോർ ഏജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഏജ്. And as an academician, one of the biggest problems we are facing is data. കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര വാർഡുകളുണ്ട് ആലോചന ആൾക്കാരുണ്ട്. അവിടുത്തെ ആ പഞ്ചായത്തിലെ എല്ലാ ആശാ വർക്കേഴ്സിനും അറിയായിരുന്നു. പക്ഷേ ഇത് സിസ്റ്റമില്ല ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇതൊരു കാര്യം നമ്മളൊരു പോളിസി ഡയലോഗ് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡേറ്റ എന്നുള്ളത്. അത് ഇത് വേറെ ഇതിലും കാണണം. ഇന്ത്യയിലെ സെൻസസ് ഞാൻ 10 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. അല്ല, നമുക്ക് എടുക്കാം, അതിനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. കേരളത്തിലെ വയോജനങ്ങൾ എത്രയാണെന്നുള്ള ആനുവൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. കേരളത്തിലെ വയോജനങ്ങളെ പറ്റിയുള്ള ഒരു വൈറ്റ് പേപ്പർ ഏജിങ്, അത് ആദ്യത്തെ കേരളത്തിലെ വയോജനങ്ങളുടെ മിനിസ്റ്ററുടെ ആദ്യത്തെ ഉത്തരവാദിത്തമായിരിക്കുന്നു. ഇനി അത് പോയിന്റ് എന്തെങ്കിലും പോയിന്റ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടില്ല. കേരളത്തിലെ വയോജനങ്ങൾ തന്നെ തീരുമാനമെടുക്കുക, വയോജനങ്ങളുടെ സെൻസസ് നടത്തുക. അതെ, നമുക്ക് എന്തെങ്കിലും പോയിട്ട് ഓപ്പൺ സോളായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും പറയാവുന്നൊരു കാര്യമാണ്. 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാവർക്കും കിട്ടുന്നില്ല. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇപ്പോഴും അതിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പം 60 വയസ്സ് കഴിഞ്ഞവരുടെ ആൾക്കാർക്ക് മറ്റേതെങ്കിലും പെൻഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടിയിരിക്കണം. എന്നാലേ അവർക്ക് അത്യാവശ്യം എങ്കിലും ഒരു ചെറിയ തുക അവരുടെ കയ്യിലുണ്ടാക്കി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ പെൻഷൻ സിസ്റ്റത്തിനെ നമ്മൾ കാര്യമായിട്ട് റിവിഷൻ പറയാനായിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാന റെക്കമെൻഡേഷൻ. എന്തെങ്കിലും ഇനി ഗവൺമെന്റ് മാത്രം മുന്നോട്ട് പോകുക. അവർ നല്ല ഏണിംഗ് ടൈമിൽ അവർ കോൺട്രിബ്യൂഷൻ അടച്ചേച്ച് അത് തിരിച്ച് പെൻഷനായിട്ട് വരാൻ പറ്റണം. ഒപ്പം തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ ഇൻഷുറൻസിന് ഉറപ്പുവരുത്തിയാൽ ഈ പോളിസിയിൽ വന്നാൽ മാത്രമേ ഇത് പ്രായോഗികമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പെൻഷൻ കാര്യത്തിൽ കാര്യമായിട്ടുള്ള റിവിഷൻ സമയമാണ് എന്നതിന്റെ അതായിട്ടുള്ളത്. മൊത്തത്തിലൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏണിംഗ് ടൈമിൽ ഏത് ജോലിയായി മാനുവൽ ലേബറാകാം, ഉദ്യോഗമാകാം, ഡോക്ടറാകാം, വട്ടവരുണ്ടെങ്കിൽ അവരുടെ ഏണിങ്ങിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് കട്ട് ചെയ്യുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് ആകെ ഉണ്ടായിട്ട് കാലം അതിക്രമിച്ചു. കൂലിപ്പണിക്കാരാണെങ്കിലും കൊള്ളാം, കച്ചവടക്കാരായാലും കൊള്ളാം, അവരുടെ ഏണിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് അവരുടെ ലീക്കിങ് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഫണ്ടാക്കി മാറ്റുന്ന ഒരു സംവിധാനം PF പോലെയോ അതല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ പോലെയോ എന്തെങ്കിലും അങ്ങനെ ഒരു സ്കീം ആവശ്യമില്ല കാലം അതിക്രമിച്ചു. ഈ ഏജിംഗ് പോളിസിയുടെ ഭാഗമായിട്ട് ഒരു മാൻഡേറ്ററി പെൻഷൻ സ്കീം ഉണ്ടായിരിക്കുന്നു. എനിത്തിങ് എൽസ്, എനി അതർ പ്രസിംഗ് പോയിന്റ്? നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്യാറിരിക്കുന്നത് നമ്മളൊരു സമയമായിട്ടുള്ളത് ഏതെങ്കിലും പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. സാറേ, പല സംഘടന പെൻഷൻ സംഘടനയുടെയും ഒരു സീനിയർ ലെവലിൽ ഇരിക്കുന്നവരുടെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പൻ ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം റിട്ടയറായി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അച്ഛൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രാവിലെ എഴുന്നേറ്റ് ബാങ്കിൽ പോകുന്നു, വൈകിട്ട് 9 മണി 10 മണി വരെ ബാങ്കിൽ ഇരുന്ന് വൈകിട്ട് തിരിച്ചു വരുന്നു. ആ ഒരു അപ്പനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം റിട്ടയറായി കഴിഞ്ഞപ്പോൾ അപ്പനൊന്നും ചെയ്യാൻ. ഇപ്പം അപ്പൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ സമാന മനസ്സിലായ കുറച്ച് അപ്പൻ്റെ കൂടെ അന്ന് റിട്ടയറായ ആൾക്കാരെല്ലാം ചേർന്നിട്ട് അപ്പോൾ ആർക്കെങ്കിലും ബാങ്കിങ് സെക്ടറിലൊരു ഉപദേശമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ബേസിക്കലി അങ്ങനെ പരിപാടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കൃഷി പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നത് ഇവരുടെ എക്സ്പെർട്ടീസും നമുക്ക് റിട്ടയർ ആയാലും, കാരണം സാറ് പറഞ്ഞ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി, അതുപോലെ തന്നെ അവരുടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടും. വർക്ക് ചെയ്യാനുള്ള അവർക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഒരു സ്പിരിറ്റും ഒട്ടും പോയിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ 80 വയസ്സായി കഴിഞ്ഞാൽ ഇരിക്കുന്ന പലരെയും കണ്ടാൽ അറിയാം
ഒരു 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്. പക്ഷെ അവരാരും ക്രോണോളജിക്കലി 60 വയസ്സ് കഴിഞ്ഞാലും മെന്റലിയും ബയോളജിക്കലി അവരാരും 60 വയസ്സ് എത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ റിട്ടയർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവരുടെ പൊട്ടൻഷ്യലും കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെയാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. നമ്മുടെ ലേബർ ലോസ് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഏജിംഗ് പോളിസി കൊടുക്കാനുള്ള ഒരു വിഷയമുണ്ടാകും. പക്ഷെ വേറൊരു സിനാരി കൂടെ ആലോചിക്കണം. ഒരേ വീട്ടിൽ 2 പെൻഷനേഴ്സ്, ഫാദർ പെൻഷനർ ആൻഡ് സൺ ഓർ ഡോട്ടർ ഇസ് ഗോയിങ് ടു പെൻഷനർ. ഇതാണ് അടുത്ത സിനാരി വരാൻ പോകുന്നത്. ബോത്ത് 2 generations are pensioners or broadly fall into the aging population. പക്ഷെ അവരെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു പരിധി വരെ യങ്ങർ 3rd generation 4th generation വേണ്ടി വരും. ഇതും ഒരു സിനാരി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ഇത്. ഇതിന് വേറെ ടാക്സേഷൻ ഇഷ്യൂസ് പല രാജ്യങ്ങളിലും ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട്. പേരൻസ് മക്കൾക്ക് സമ്പത്ത് ട്രാൻസ്ഫർ ചെയ്യും, അതിന് ടാക്സ് സർക്കാർ എടുക്കാറില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതൊരു ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ, സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ ടാക്സ് എടുക്കും. സോ യു ഗിവ് എ ബൂസ്റ്റ് ഫോർ എ യങ്സ്റ്റർ, നോട്ട് നെസസറിലി ദ ഫസ്റ്റ് ജനറേഷൻ പെൻഷനർ. ഇങ്ങനത്തെ ചില ഓപ്പർച്യൂണിറ്റി ചലഞ്ചസ് വരുന്നുണ്ടെന്ന് ഞാനൊന്ന് ഫ്ലാഗ് ചെയ്താണ്. ലാസ്റ്റ് 1 or 2 നമ്മളെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള പോളിസി വരുന്നതായിട്ടുള്ളത്. സാറേ, മുതിർന്ന പൗരന്മാരുടെ നിയമം പാലിക്കാം. 2007 ആക്ട് മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച ഒരു നിയമം 2007 പാസ്സാക്കിയിട്ടുണ്ട്. 2009 അതിൻ്റെ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് 12% പേർക്ക് അതേപ്പറ്റിയുള്ളൊരു അവബോധമുള്ളൂ. അപ്പം അതിൽ അവബോധം വളർത്തുക എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വരും തലമുറയ്ക്ക് അത് പ്രയോജനം ചെയ്യും. ഇതൊരു ഫിലോസഫിക്കൽ ഇഷ്യൂ മാത്രമല്ല, പ്രായോഗികമായിട്ട് വരും. പക്ഷെ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഇനി അതർ പോയിന്റ് ഫണ്ടൊരു പ്രോബ്ലമാണ് സാറുന്നത്. ഇപ്പോൾ കമ്പനീസിൻ്റെ ഒക്കെ CSRൽ ഒരു ഇത്തരം പെർസെൻറ്റേജ് ഇതിനായിട്ട് ഇയർമാർക്ക് ചെയ്യുന്നുള്ളൊരു ഒബ്ലിഗേഷനായിട്ട് വരുത്തുവാണെങ്കിൽ കുറേ ഫണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഫൈനാൻസിംഗ് ഓഫ് ഏജിംഗ് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് CSR ഫണ്ടിങ് മാൻഡേറ്ററി ഫോർ ഏജിംഗ് വേണം. അതൊരു ഫൈനാൻസിംഗ് ഉദാഹരണമായിട്ട് വരുന്നു. Income tax paid. Income tax Paid to the government. Okay. By a young fellow. Right. Should either portion old age തരണം. ഓൾഡ് ഏജിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്സേഷൻ ഒരു സെസ് വരികയാണ്. ഈ പോയിന്റ് പറയുന്നതാണ് എങ്ങനെ ഫൈനാൻസ് ചെയ്യാം. വയോജനങ്ങളുടെ ഫൈനാൻഷ്യലി എഫക്റ്റീവ് വളരെ കാര്യമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വളരെ ഡീപ്പായിട്ട് ചർച്ച നടത്തുന്ന സമയമാണെന്ന് പറയാനുള്ളത്. ടാക്സ് പിടിക്കുന്നുണ്ട്, വയോജനങ്ങൾ ടാക്സ് എടുക്കുന്നുണ്ട്. അത് തന്നെ എന്തൊരു അതൊക്കെ എന്തൊരു കഷ്ടമാണ്. ടാക്സേഷന്റെ ബ്രേക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പിടിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം വേണം. ഫണ്ടിന് കുഴപ്പമില്ലല്ലോ. ഫണ്ടിന് ഇനി കുഴപ്പമില്ലല്ലോ. ഇല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച് ആൻഡ് ഐ മച്ച് അപ്രീഷിയേറ്റ് യുവർ കോൺട്രിബ്യൂഷൻ. താങ്ക് യു വെരി മച്ച്. നമ്മൾ നാട്ടിലേക്കുള്ള എങ്ങനെയും ശോഭായാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ 5 മിനിറ്റ് കൂടെ നമുക്ക് ഇത് വൈകിട്ടൊക്കെയാണ്. കാരണം ഞങ്ങൾക്ക് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞു നാട്ടിലേക്ക് ഇറങ്ങണമെന്നോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു റാലി ഇരിക്കുന്നതുകൊണ്ട് ഇറങ്ങി പോകാനും പറ്റത്തില്ല. എല്ലാവരും നമ്മൾ അത്യാവശ്യം പറഞ്ഞിരുന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ല. നമ്മളൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റ് 20 പേരെ ഉള്ളൂ അതിനകത്ത്. ആ ഗ്രൂപ്പ് 2-3 മാസത്തേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യും. ആ ഗ്രൂപ്പിൽ ഇന്ന് വന്നവരെ എല്ലാവരും ആഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് വരുന്ന ഡെയിലി അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇതിനകത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടേക്കാം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് അറിയിക്കാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതുള്ളത് നമ്മുടെ IMAയുടെ ഇതിനകത്ത് കുറച്ചൊരു റോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനിലെ ആദ്യത്തെ WHO നെറ്റ്വർക്കിലുള്ള ഏജ് ഫ്രണ്ട്ലി സിറ്റി കേരളത്തിലാണ്.
അത് വരുന്നതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇതാക്കിയത് IMA ആയിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആദ്യത്തെ സിറ്റി കേരളത്തിലാണ്. കൊച്ചിയാണ്, പക്ഷെ എന്നാലും കേരളം മൊത്തത്തിലും വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ പോളിസി ഉണ്ടാകുന്നതിനോടൊപ്പം കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പക്ഷെ പോളിസി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് സാധ്യത ഉണ്ടാവില്ല. അത് എല്ലാ സ്ഥലങ്ങളിലും തരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാലിയേറ്റീവ് കെയറിൽ അന്ന് AI റോളില്ലെന്ന് റോള് ഉണ്ട്. നമ്മൾ AI എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് പ്രോഗ്നോസിസ് എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയാം. പെയിൻ മാനേജ്മെന്റിന് നല്ല പ്രോട്ടോകോൾസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ, നല്ല കാര്യങ്ങൾ പെയിൻ മാനേജ്മെന്റ് AI പോലുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നയങ്ങൾ മാറണം. നമുക്കിപ്പം മന്ദഹാസം, ഒറ്റ ഉദാഹരണം പറയാം. മന്ദഹാസം പദ്ധതി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വലിയൊരു പദ്ധതി. അത് പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. പല്ലുകളെല്ലാം പോയ ഒരാൾക്ക്. പക്ഷെ അതിനകത്ത് ചെറിയൊരു ദൂഷ്യം എന്താണ്, നമ്മളിതിനകത്ത് ദൂഷ്യമല്ല, അത് മോശം പറയല്ല കേട്ടോ, അഭിപ്രായമാണ്. അതായത് പല്ലൊരാളുടെ മൊത്തവും പോകുന്ന സമയം കൊണ്ട് ഓൾറെഡി ആയത് എല്ലാ ജീവിതചര്യകളും മാറിയിട്ടുണ്ടാവും, എല്ലാ വീട്ടിലെ സിറ്റുവേഷൻസ് മാറിയിട്ടുണ്ടാവും, രുചി അറിയാനുള്ള ഇത് മാറിയിട്ട് ആഗ്രഹങ്ങൾ മാറിയിട്ടുണ്ടാവും, സോഷ്യൽ നെറ്റ്വർക്ക് മാറിയിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ പല്ലും പോയി കഴിഞ്ഞിട്ട് ഒരു പല്ല് വെച്ചു കൊടുത്ത് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രയോജനമില്ല. അതിന് കിട്ടുന്ന ഒരു 10,000 രൂപയുള്ളൂ. ആ 10,000 രൂപയ്ക്ക് നല്ല പല്ല് കിട്ടുകയില്ല. അതിലും നല്ലതായിരുന്നു നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കൂട്ടായി നമ്മൾ പറയുമായിരുന്നു, ആദ്യത്തെ പല്ല് പോകുന്നതിന് മുമ്പ് പല്ല് പോവാതിരിക്കാനുള്ള പോളിസി ഉണ്ടാവണം. അവിടെയാണ് സാറ് പറഞ്ഞ ആ ഒരു പോളിസി ഡിസ്കഷൻ്റെ പോളിസി വരണം. പോളിസി വരേണ്ടത് പ്രോഗ്രാം അല്ല വരേണ്ടത്, ആദ്യം പോളിസി വരണം. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും വരും. അപ്പം മന്ദഹാസം, അതുപോലെ വയോസ്മിതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരളത്തിൽ ധാരാളം സ്ഥലത്ത് ഇപ്പം നടക്കുന്നുണ്ട്. ഡെന്റൽ കോളേജുകളും പിന്നെ അതുപോലെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും ഒക്കെ സഹകരിച്ചുകൊണ്ട് IMA സഹകരണത്തോടു കൂടി വയോസ്മിതം എന്ന് പറഞ്ഞ പദ്ധതി നടക്കുന്നുണ്ട്. അത് ഏർലി ഡിറ്റക്ഷനാണ്. ഒരു പല്ല് പോയാലും ഫ്രീ ആയിട്ട് പല്ല് വെച്ചു കൊടുക്കും മെഡിക്കൽ കോളേജിൽ. ആർക്കും അറിയില്ല, പക്ഷെ അവിടെ വെച്ചു കൊടുക്കും. 1 രൂപ പോലും ചിലവ് നമ്മൾ പോയാൽ മതി. അപ്പൊ ഇങ്ങനത്തെ കുറെ പദ്ധതികൾ നമ്മൾ ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇതിനൊരു പരിഹാരം. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഗ്രൂപ്പിലിടാം. ഇത് ഓരോന്നായിട്ട് പറയുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതിവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ ഇന്ന് വന്നതിന്, നമ്മളിവിടെ വന്നത് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി പറയാനായിട്ട് ഞാൻ ഇത്രയും സൗകര്യങ്ങൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അവരെ നന്ദി പറയാൻ ഇവിടെ ഒരു പ്രിവിലേജാണ്. താങ്ക് യു. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു അറിയാം. 2 ദിവസം തയ്യാറാക്കി ഇവിടെ വന്ന പലരോടും എന്തായാലും മീറ്റിംഗ് ചോദിച്ചില്ലെങ്കിൽ വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നില്ലായിരുന്നു. എന്തായിരുന്നു എനിക്ക് കഴിയാന്ന് പറഞ്ഞില്ലായിരുന്നു. എന്തായാലും സാർ പറഞ്ഞ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. എല്ലാവരുടെ അഭിപ്രായം തുടർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ രേഖപ്പെടുത്താം. ഇതിൽ നിന്ന് ഒരു വളരെ നല്ലൊരു പോളിസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ IMA സഹായത്തോടെ തന്നെ ഒരു IMAക്ക് ഒരു കരട് നയം, തുടർന്ന് സംസ്ഥാനത്ത് ഒരു കരട് നയം വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയും ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് ഒരു ഒറ്റ ഫോൺ കോളിൽ ഇന്നിവിടെ ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായ എല്ലാവർക്കും